നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വാട്സപ്പിനകത്ത് നമ്മൾ പല ഫീച്ചറുകളും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വാട്സപ്പ് ഒട്ടനേകം മികച്ച ഫീച്ചറുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ വാട്സപ്പിനകത്തുള്ള ഒരു ഫീച്ചർ ഞാൻ കാണിച്ചു തരാം. ആ ഫീച്ചർ വാട്സപ്പ് എന്തിനാണ് കൊണ്ടുവന്നതെന്ന് ആരെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഏതാണ് ഫീച്ചർ എന്ന് ഞാൻ കാണിച്ചു തരാം. പല ആളുകളും ആ ഒരു ഫീച്ചർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ആ ഫീച്ചർ ഉപയോഗിച്ചിട്ട് പോലും കൃത്യമായിട്ട് അതിനകത്ത് റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ല. ആ ഫീച്ചർ ഞാൻ കാണിച്ചു തരാം. തീർച്ചയായിട്ടും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇത് അറിഞ്ഞു വെക്കണം, കണ്ടു വെക്കണം. കാരണം ഇത് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുണ്ടെങ്കിലും ഈ ഫീച്ചറോട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഞാൻ കാണിച്ചുതരാം. വാട്സപ്പ് ഓപ്പൺ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വാട്സപ്പിൽ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക. ഉദാഹരണത്തിന് ഞാനൊരു വ്യക്തിയുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുന്നത് ഏറ്റവും മുകളിൽ കാണുന്ന ഈ പ്രൊഫൈൽ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ക്ലിക്ക് ചെയ്ത് നേരെ താഴെ ഭാഗത്തേക്ക് വരിക. ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഒരു സെറ്റിംഗ്സ്, അഡ്വാൻസ്ഡ് ചാറ്റ് പ്രൈവസി എന്നുള്ള സെറ്റിംഗ്സ് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല ആളുകൾ ഇത് ഓൺ ചെയ്ത് വെക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ വാട്സപ്പിനകത്ത് ഇത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മെസ്സേജ് വരും. നിങ്ങളുടെ അക്കൗണ്ട്, നിങ്ങളുടെ ചാറ്റ് മെസ്സേജുകൾ ഒരു പ്രൈവസി സെറ്റിംഗ്സിലേക്ക് മാറിയിട്ടുണ്ടെന്നുള്ള ഒരു പോപ്പപ്പ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ വായിച്ച് നോക്കുക, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ്. പക്ഷേ ഈ ഫീച്ചർ ഇപ്പോഴും വാട്സപ്പ് കൊണ്ടുവന്നിട്ട് കുറേ മാസങ്ങളായിട്ടുണ്ടെങ്കിലും ഈ ഫീച്ചർ ഇപ്പോഴും ഉപയോഗപ്പെടുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ലിമിറ്റ് ഹൗ മെസ്സേജ് ആൻഡ് മീഡിയ ഫ്രം ദിസ് ചാറ്റ് ഔട്ട്സൈഡ് ഓഫ് വാട്സപ്പ് എന്ന് കാണാൻ സാധിക്കും. നമ്മൾ വാട്സപ്പിൻ്റെ ഔട്ട്സൈഡിലേക്ക്, അത് ഈ ഒരു മെസ്സേജ്, ഈ ഒരു സെറ്റിംഗ്സ് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് മെസ്സേജുകൾ വാട്സപ്പിൻ്റെ ഔട്ട്സൈഡിലേക്ക് ഇത് ഷെയർ ചെയ്ത് പോകില്ല, അല്ലെങ്കിൽ ഇത് ഷെയർ ചെയ്യാൻ സാധിക്കില്ല എന്ന് വാട്സപ്പ് ഇവിടെ പറയുന്നുണ്ട്. അതായത് നമ്മൾ ഈ സെറ്റിംഗ്സ് ഓൺ ചെയ്ത് ഒരു വ്യക്തിയുടെ പ്രൊഫൈലോ അല്ലെങ്കിൽ ഗ്രൂപ്പോ ഓപ്പൺ ചെയ്ത് ഈ ഒരു സെറ്റിംഗ്സ് നമ്മൾ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അഡ്വാൻസ് ചാറ്റ് പ്രൈവസി എന്നുള്ള ഈ സെറ്റിംഗ്സ് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ള മെസ്സേജ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു മെസ്സേജ് മറ്റ് വാട്സപ്പുകളിലേക്ക് ഷെയർ ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കില്ല, ചാറ്റുകൾ എക്സ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് വാട്സപ്പ് ഇവിടെ പറയുന്നുണ്ട്. വായിച്ച് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും. ഇവിടെ കാണാൻ സാധിക്കും കനോട്ട് സേവ് മീഡിയ ടു ദർ ഡിവൈസ് ഗാലറി ഓട്ടോമാറ്റിക്കലി. ഇവിടെയുള്ള ഫോട്ടോ വീഡിയോകൾ നമ്മുടെ ഗാലറിയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആകില്ല. അതുപോലെ തന്നെ കനോട്ട് ആസ്ക് മെറ്റ AI ക്വസ്റ്റ്യൻസ് ഓർ ക്രിയേറ്റ് ഇമേജ് ഓർ, അതായത് AI ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ഫോട്ടോ വീഡിയോകളൊന്നും ജനറേറ്റ് ചെയ്ത് തരുന്നില്ല. അതുപോലെ AI നമ്മുടെ ഡാറ്റകൾ എടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ മൂന്നാമത്തത് കാണാം കനോട്ട് എക്സ്പോർട്ട് ദ ചാറ്റ്. നമ്മൾ ഒരു ചാറ്റും നമ്മുടെ ഈ വ്യക്തിയുമായി നടത്തിയിരിക്കുന്ന ചാറ്റുകൾ എക്സ്പോർട്ട് ചെയ്തിട്ട് മറ്റു വാട്സപ്പിലേക്കോ അല്ലെങ്കിൽ ജിമെയിലേക്കോ ഒക്കെ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട്. താഴെ ഭാഗത്ത് ഈ സെറ്റിംഗ്സ് നമ്മൾ ഓൺ ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്കിത് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വരാം. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ചാറ്റിലേക്ക് വരുമ്പോൾ ഇതുപോലെയാണ് സ്ക്രീൻ കാണാൻ സാധിക്കുക. ഈ ഒരു സെറ്റിംഗ്സ് നമ്മൾ ഓൺ ചെയ്ത ആളുകളുടെ വാട്സപ്പിൽ ഇത് കാണും. അപ്പം നമ്മൾ ആർക്കാണോ മെസ്സേജ് അയച്ചത് അയാൾക്കും കാണാം. അതുപോലെ തന്നെ ഈ നമ്മൾ അയച്ചിരിക്കുന്ന നമ്മുടെ വാട്സപ്പിലും ഇത് കാണാൻ സാധിക്കും. ഇതിനകത്ത് ഗാലറിയിൽ നിന്നൊരു ഫോട്ടോ നമുക്കിതിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വോയിസ് ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ഒക്കെ നമ്മൾ ഇത്തരത്തിൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് നമുക്ക് ഗാലറിയിൽ സേവ് ചെയ്യാനോ സാധിക്കില്ല എന്ന് പറയും. നമ്മളിവിടെ ലോങ് പ്രസ് ചെയ്ത് ഇത് ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ഇവിടെ ഫോർവേഡ് എന്ന് കാണും. ഈ ഫോർവേഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും പ്രൊഫൈലിലേക്ക് ഞാനിതൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്ന നമ്മുടെ ചാറ്റുകൾ മറ്റൊരിടത്തേക്ക് ഷെയർ ചെയ്ത് പോകില്ല, നമ്മുടെ ഗാലറിയിൽ ഇത് സേവ് ആകില്ല, ഇത് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ വാട്സപ്പ് പറയുന്നുണ്ടെങ്കിലും അവിടെ നമ്മളത് ഓൺ ചെയ്ത് വെച്ചിട്ടും നമ്മുടെ ചാറ്റുകളൊക്കെ ഷെയർ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും, എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും, നമ്മുടെ ഡാറ്റകളൊക്കെ AI ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഈ സെറ്റിംഗ്സ് കൊണ്ട് എന്തെങ്കിലും ഉപകാരം ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. വാട്സപ്പിനകത്ത് ഒരാളുടെ വാട്സപ്പിനകത്തും ഈ ഫീച്ചർ കൃത്യമായി വർക്ക് ചെയ്യുന്നില്ല. ഇത് വാട്സപ്പ് കൊണ്ടുവന്നിട്ട് മാസങ്ങളോളമായിട്ടുണ്ട്, ഏകദേശം 6 മാസത്തിലേറെ ആയിട്ടുണ്ട്. പക്ഷേ ഈ ഫീച്ചർ വാട്സപ്പ് വരും അപ്ഡേറ്റുകളിലൊക്കെ ഇത് മോഡിഫൈ ചെയ്ത് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായി കൊണ്ടുവരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഈ ഫീച്ചർ ഇപ്പോൾ അത് കൃത്യമായി ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അധികം ആളുകൾ ഇത് ഓൺ ചെയ്യുന്നുണ്ട്. ഇത് ഓൺ ചെയ്തിട്ടുണ്ട് എന്ന് കരുതി ആരും കൃത്യമായിട്ട് വലിയ മെസ്സേജുകളോ അല്ലെങ്കിൽ സ്വകാര്യ ഫോട്ടോകളൊന്നും ഷെയർ ചെയ്യാൻ നിൽക്കേണ്ട. ഇത് ഷെയർ ചെയ്ത് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.